ഹായ് ഗായ്സ്, വെൽക്കം ടു മദർഹുഡ് ഫാമിലി. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലൂടെ കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ട്. അതായത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. മോനെ എണീക്കാനുണ്ട്, അപ്പോൾ ഞാൻ കൂട്ടത്തിലൊന്ന് ആട്ടും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടല്ലോ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഒട്ടും വിശ്വസിക്കാനാവില്ല. കാരണം എന്നെപ്പോലെ ഒരു സാധാരണക്കാരിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്ക് ഒരു വലിയ നിധിയാണ്, വലിയൊരു നിധിയാണ് എനിക്കത്. ഞാൻ ശരിക്കും ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രഗ്നൻസിയിലുണ്ടായ പല പ്രോബ്ലംസും ഞാൻ ആരോടും മറച്ചു വെച്ചിട്ടില്ല. എല്ലാം ഞാനിങ്ങനെ ഓപ്പണായി പറയുമായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നം. അപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയെന്ന് പറയുമ്പോൾ ഞാൻ പറയും കേട്ടോ, എനിക്ക് മെയിനായിട്ട് വന്നത് ഷുഗറാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിക്കരുത് അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ കുറച്ച് പേര് എന്നോട് പറഞ്ഞു, എടി നിനക്ക് എന്നാൽ പിന്നെ ഇതൊരു പബ്ലിക് വീഡിയോ ആക്കിക്കൂടെ, എന്നാൽ എല്ലാവർക്കും ഇത് അറിയാമല്ലോ, ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, നീ എന്നാൽ പിന്നെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക് എന്നുള്ള ലെവൽ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ഓർത്ത് ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ തുടങ്ങിക്കോ, ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചാനോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഇച്ചാൻ പറഞ്ഞു, അതിനെന്താ തുടങ്ങുന്നത്, എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോ എന്ന് ഇച്ചാനും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ തുടങ്ങിയേക്കാന്നുള്ള ലെവലിൽ ഞാൻ അങ്ങനെ അറിയാം. അപ്പോൾ എൻ്റെ താഴെ തുടങ്ങിയപ്പോൾ എൻ്റെ വിചാരം ഈ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസിയാണ്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത്, നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ 1000-ലധികം ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം അവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ വലിയ കരുതിക്കൊണ്ട് ഞാൻ ഇരുന്നു. പക്ഷെ എന്നെ അവരാരും സബ്സ്ക്രൈബ് ചെയ്തില്ല, ആരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായില്ല. തുറന്നു പറയാം, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഇതൊക്കെ കുറേ തിരിച്ചറിവുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എൻ്റെ കുറച്ച് കസിൻസും എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അവരുടെ മാത്രം സപ്പോർട്ട്, അത് അവരെ എല്ലാവരെയും കൂടെ ചേർത്ത് എത്ര കാണുമെന്നറിയോ? കൂടിപ്പോയ ഒരു 50 പേര് അത്രയേ ഉള്ളൂ. എന്നെ അറിയാവുന്നവരെ എൻ്റെ ചാനലിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് അതിനുള്ള സപ്പോർട്ടൊക്കെ തന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നവരുടെ ഒരു സപ്പോർട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവരുടെ ഒന്നും ഒരിക്കലും ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ എന്നെ കട്ട സപ്പോർട്ട്. ചില കുറച്ച് നാളായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്തവർ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരില്ലേ, നമ്മളങ്ങനെ വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്തവർ. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ട് വന്നു. എന്നുവെച്ചാൽ അവരെനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ FBയിൽ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു. പിന്നെ അതായത് ഞാൻ എന്തൊക്കെ ഞാൻ ചേഞ്ചസ് വരുത്താനുണ്ട് അത് പറയുന്നു. പിന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നു. എല്ലാവരും നല്ലതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരിക്കലും ഒരു മുൻവിധി ആരെപ്പറ്റിയും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അല്ലാത്തവരെന്ന് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ബാക്കി 950 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സാണ്. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത മക്കൾ. അവരൊക്കെ എല്ലാവരും എന്നോട് എൻ്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുമ്പോണ്ടല്ലോ, അപ്പോഴാണ് എനിക്ക് ഞാനപ്പോൾ ഒരു മുതിർന്ന പെൺകൊച്ചായില്ലേ, ഞാനൊരു വലിയ പെണ്ണായില്ലേ എന്നൊക്കെ ചിന്ത വരുന്നത്. അതുവരെ നമ്മളിങ്ങനെ കളിച്ചും ചിരിച്ചും ഒരു കൊച്ചുണ്ടായിട്ട് പോലും അതിൻ്റേതായ ഒരു പക്വത കാണിക്കാണ് നടന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ എന്തും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാൻ ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അത് എത്രയോ ആൾക്കാർക്കാണ് അത് വേണ്ടി വന്നത്. കാരണം ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ കേട്ടോ, അവരെല്ലാവർക്കും ഇത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അവർക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അതായത് ഞാൻ പ്രസവക്കുളിയുടെ വീഡിയോയിൽ നമ്മൾ മഞ്ഞളും ധന്വന്തരക്കുഴമ്പും ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഞാനതിങ്ങനെ ഓപ്പണായി പറയുന്നതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, എൻ്റെ നല്ല കൂട്ടുകാരാണ് കേട്ടോ, എൻ്റെ നന്മയോർത്ത് പറഞ്ഞത്, അതൊന്നും അങ്ങനെ ഷെയർ ചെയ്യാം, അത് പറഞ്ഞു കൊടുക്കണ്ട. അതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ നിനക്ക് അതിൻ്റെ ഗുണം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ അവരൊക്കെ നീ അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് മറ്റുള്ളവരെ അറിയുവേലേ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് അങ്ങനത്തെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പം അത് ഞാൻ പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് അതിൻ്റെ ഗുണം എനിക്ക് ഇല്ലാണ്ടായിപ്പോയി. ഞാൻ അങ്ങനത്തെ ഒരു വിശ്വാസിയേ അല്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എല്ലാം ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്.
മറ്റുള്ളവരത് അറിയണം. ഒരിക്കലും ഈ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നതും കുഞ്ഞുമക്കളുടെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നതും അത്ര നിസ്സാരമൊന്നുമല്ല. അപ്പം നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എനിക്ക് മനസ്സിലായി എത്രത്തോളം ആൾക്കാർക്ക് ഇപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്നുള്ളത്. അത്രയ്ക്ക് ആ പിള്ളേർക്ക് സംശയങ്ങളുണ്ട്. ഇപ്പം എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ദിവസം, അതും വിത്തിൻ 1 മന്താണ്. അതാണ് എനിക്ക് ഏറ്റവും അതിശയമേ. ഞാൻ ആകെ ഒരു 10, 20, 24 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. അത് കണ്ടിട്ട് അത്രയും എനിക്ക് വന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ആ ഒരു സപ്പോർട്ട് നിങ്ങളിലോട്ട് എത്രത്തോളം എൻ്റെ വീഡിയോസ് റീച്ച് ആയി എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ അധികം ഈ ചാനൽ അങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയൊന്നുമല്ല. എൻ്റെ കയ്യിലുള്ള ടോപ്പിക്സ് തീർന്നു കഴിയുമ്പോൾ നിർത്തണം. കാരണം എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ പറ്റി കുറേ പറയാനുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി ടോപ്പിക് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയും കഴിയുമ്പോൾ നിർത്തണം എന്നൊക്കെയാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. അപ്പം ഓരോ ദിവസം കഴിയുന്നവരെ എനിക്ക് എൻ്റെ പുതിയ ടോപ്പിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എനിക്ക് നിർത്താൻ അങ്ങോട്ട് പറ്റുന്നില്ല സംഭവം. അപ്പോൾ ഞാൻ ഓർത്തുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തേക്കാം എന്നുള്ള ലെവലിലാണ് ഞാനിപ്പോൾ ഈ നിലവിലിരിക്കുന്നത് കേട്ടോ. ഇനി ഫ്യൂച്ചറിലെ കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുമ്പോൾ എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നല്ല കെയർ ആയിരിക്കണം. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവർ നല്ല റെസ്റ്റ് എടുക്കണം. എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. നിങ്ങൾ ചുമ്മാ റെസ്റ്റ് എടുക്കാണ്ട് എണീറ്റ് നടക്കുമോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. പിന്നെ കുഞ്ഞിനെ എണീക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം, നമുക്കൊരു വലിയൊരു സർജറി തന്നെയാണ് അവിടെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ പുറമേ നിന്നുള്ള നമ്മുടെ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ അകത്തുള്ള സ്റ്റിച്ചില്ലേ അത് പെട്ടെന്നൊന്നും ഉണങ്ങുകയില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് നമുക്കിപ്പോൾ സിസേറിയൻ ആണെങ്കിൽ അടുത്ത കുട്ടിക്ക് ഒരു 2 ഇയർ ഗ്യാപ്പെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അതൊക്കെ ഉണങ്ങാൻ ഒരു 1 ഇയറൊക്കെ എടുക്കും നമ്മുടെ ഉള്ളിലത്തെ ഉണങ്ങണമെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സ്റ്റിച്ചിന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷർ നമ്മുടെ ബോഡിക്ക് വന്നു, നമ്മൾ എന്തെങ്കിലും ഒരു കഠിന പണിയൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ, ആ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഞാൻ പറയുന്നത്, അതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് അവിടെ വലിയും. പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും. കാരണം നമ്മൾ പിന്നെ അതെല്ലാം കൂടെ ഓപ്പറേറ്റ് ചെയ്ത് അത് പിന്നെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. കംപ്ലീറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഒരു മാസമെങ്കിലും നിങ്ങൾ ശരിക്കും കിടക്കുക, നല്ല പോലെ കിടക്കുക. പിന്നെ അടുത്തത് ഈ കിടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ ഞാൻ പറയുന്നത്, നിങ്ങൾ പില്ലോ യൂസ് ചെയ്യരുത്. ഈ പില്ലോ യൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സമയത്ത് പില്ലോ യൂസ് ചെയ്ത് നമ്മുടെ പെടലി, നമ്മുടെ ഹെഡിനൊക്കെ നല്ല വേദന ഉണ്ടാവും. നമ്മളിത് യൂസ് ചെയ്താൽ കാരണം വെച്ചാൽ ഇത് നമുക്ക് വേണേൽ ആ സമയത്ത് നമുക്കൊരു വേദനയായിട്ട് തോന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഒട്ടും വേദന ഫീൽ ചെയ്യില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല ഹെഡേക്ക് വരും, പെടലി വേദന വരും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ എക്സാമ്പിൾ പറയാം. പില്ലോ ഇല്ലാണ്ട് കിടക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോലും എന്നോട് അവർ പറഞ്ഞിരുന്നു പില്ലോ യൂസ് ചെയ്യരുത്, പില്ലോ കിടക്കുമ്പോൾ പില്ലോ യൂസ് ചെയ്യരുത്, സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല, കിടക്കാനാവുന്നില്ല പില്ലോ ഇല്ലാണ്ട്. അപ്പോൾ അനുസരണ പിന്നെ പണ്ടേ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എനിക്ക് പില്ലോ വേണം, ഇല്ലാണ്ട് കിടക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞോട് ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞ് ഞാൻ പില്ലോ ഒക്കെ എടുത്ത് വെച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ പില്ലോ പിന്നെ യൂസ് ചെയ്തു. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു. കാരണം എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെഡേക്കാണ്. ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന വേദന, കൂടുതൽ ഈ നമ്മുടെ ഈ പെടലിയുടെ ആ ഒരു വേദന അത് നന്നായിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ. അപ്പോൾ അപ്പോഴേ എന്നോട് അവർ പറഞ്ഞിരുന്നു നമ്മൾ പില്ലോ ആ സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെടലിക്ക് പ്രോബ്ലം വരും, ഹെഡേക്ക് വരും എന്നൊക്കെ. പക്ഷെ ഞാൻ മൈൻഡാക്കിയില്ലോ. അപ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടി, ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കിടക്കുമ്പോൾ പില്ലോ യൂസ് ചെയ്യാതെ ഒരു 1 മന്തെങ്കിലും നിങ്ങൾ പില്ലോ യൂസ് ചെയ്യാതെ കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിരുന്നു കാരണം നമ്മുടെ ഈ ഉള്ളിലുള്ള നമ്മുടെ ബോഡി ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഇങ്ങനെ ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ പഴയ രീതിയിലോട്ട് പെട്ടെന്നാവാൻ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്നർ പാർട്സും പഴയ ഒരു അവസ്ഥയിലോട്ട് ആയി കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം നന്നായിട്ട് എന്ന് വെച്ചാൽ ഒത്തിരി ഓവർ ആവരുത് കേട്ടോ, കാരണം വെച്ചാൽ വയറ് ചാടാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ ബോഡി ഡ്രൈ ആവാതെ കുറച്ച് നന്നായിട്ട് അത്യാവശ്യം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ്.
ഡ്രസ്സ് നമ്മൾ ധരിക്കുമ്പോൾ കോട്ടൺ ഡ്രസ്സ് ധരിക്കും. ഇപ്പോൾ നൈറ്റീസ് ആയിരിക്കും ഡെലിവറി കഴിഞ്ഞവരെല്ലാം തന്നെ യൂസ് ചെയ്യുക. അത് നിങ്ങൾ കോട്ടനെ ഉപയോഗിക്കാവുള്ളൂ. കാരണമുണ്ട്, നമ്മുടെ സ്റ്റിച്ച് അവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ സ്റ്റിച്ചിൽ ഒരിക്കലും അവിടെ ഈർപ്പം തട്ടി നിൽക്കരുത്. വെള്ളം അവിടെ ഒരിക്കലും തട്ടി നിൽക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ പോളിസ്റ്റർ അല്ലെങ്കിൽ ബനിയൻ ക്ലോത്തിൻ്റെയൊക്കെ ഡ്രസ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അവിടെ വേർപ്പാവും. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോവർ അബ്ഡോമൻ അല്ലെ അടിവയറിൻ്റെ തൊട്ട് താഴെ ഇടുങ്ങിയിട്ടാണ് വിളിക്കുന്നത്. അവിടെ എപ്പോഴും ഒരു ഈർപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ വേർപ്പ് തട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു പോളിസ്റ്ററും ബനിയൻ ക്ലോത്തും ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും അങ്ങനെ കുറേ ബനിയൻ ക്ലോത്തിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടിട്ട് ഫുൾ ടൈം എനിക്ക് ഇങ്ങനെ വേർത്തോണ്ട് ഫുൾ സ്വെറ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കോട്ടണിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ശരിയായത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ സ്റ്റിച്ചിൽ ആ സമയത്ത് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കോട്ടൺ ഡ്രസ്സ് മാത്രമേ ഇടാവുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പ്രസവരക്ഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലേഹ്യവും അതും ഇതൊക്കെ കഴിക്കുമല്ലോ. അത് കഴിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കി തരുന്ന വൈദ്യനോട് പറയാം നിങ്ങൾക്ക് സിസേറിയനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പറയാം. അപ്പോൾ അവരെന്ന് വെച്ചാൽ നമ്മുടെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള ലേഹ്യം കൂടെ തരും. ഇപ്പോൾ ലേഹ്യമാണെങ്കിൽ അപ്പം അരിഷ്ടമാണെങ്കിൽ തന്നെ പെട്ടെന്ന് മുറിവ് ഉണങ്ങാനുള്ളത് അവർ തരും. അപ്പോൾ ഞാനും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങിക്കഴിക്കാം. അപ്പം പെട്ടെന്ന് മുറിവ് ഉണങ്ങാൻ നമുക്ക് സഹായിക്കും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ എപ്പോഴും ഇങ്ങനെ എടുത്ത് ആ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പാലൊക്കെ കൊടുക്കാൻ മടി വെച്ചാൽ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വയറിലോട്ട് അവരെ അധികം പ്രസ് ചെയ്യാൻ പാകത്തിന് വെക്കരുത്. നമ്മുടെ മടിയിൽ ഒരു പില്ലോ വെച്ചിട്ട് കുഞ്ഞിനെ അതിൻ്റെ മുകളിൽ കിടത്തി നിങ്ങൾ ഫീഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ കൈയൊക്കെ ഒന്ന് അനങ്ങി അല്ലെങ്കിൽ കാലൊക്കെ അനങ്ങി ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ ഒന്ന് തട്ടുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇതായിരിക്കും, വേദനയും ഉണ്ടാവും. പിന്നെ സ്റ്റിച്ചിൽ എന്തെങ്കിലും പ്രോബ്ലം വരാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ കുഞ്ഞിനെ പാല് കൊടുക്കാൻ നേരത്ത് മടി ഇരുത്തുമ്പോൾ ഒരു പില്ലോ വെച്ചിട്ട് ആ പില്ലോൻ്റെ മുകളിൽ കുഞ്ഞിന് വെച്ചിട്ട് നിങ്ങൾ കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഫീഡ് ചെയ്യാൻ കുറച്ചും കൂടെ സുഖമായിരിക്കും. പുറം അങ്ങനെ വേദനയൊന്നും എടുക്കില്ല. അപ്പോൾ പിന്നെ അതുപോലെ ചാടി എണീക്കാനൊന്നും ശ്രമിക്കരുത്. പതുക്കെ പിടിച്ച് എണീക്കുക. ഞാൻ കിടക്കുന്ന സമയത്താണെങ്കിൽ കൂടെ നമ്മൾ പതുക്കെ ചെരിഞ്ഞ് എണീക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഇങ്ങനെ കിടന്ന് അതേപടി ഇങ്ങനെ ചാടി എണീറ്റ് നമ്മൾ എണീക്കരുത്. ചെരിഞ്ഞ് കാല് പതുക്കെ താഴോട്ട് വെച്ചിട്ടൊക്കെ നിങ്ങൾ എണീക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു വലിയ സ്റ്റിച്ച് ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, അടുത്ത കാര്യം മൊബൈൽ. ഞാനത് കണ്ടോ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊബൈലിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സമയത്ത്, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ 40 ദിവസത്തെ കണക്കാണ് എല്ലാവരും പറയാം. പക്ഷേ നമ്മളൊരു 1 മന്തെങ്കിലും മൊബൈൽ നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം ആ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കര ഇളതായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്താൽ മൊബൈലിൻ്റെ വെട്ടം നമ്മൾ അടിച്ചിട്ട് നമ്മുടെ കണ്ണിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാഴ്ച വല്ലാണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ പാടെ, അതിപ്പം സിസേറിയൻകാർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നോർമലുകാരാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ പാടെ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്ത് ടി വി കാണരുത്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്ന് സ്ക്രീൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഒരു സീൻ കഴിയുമ്പോൾ അടുത്ത സീൻ വരുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരുന്നതിൻ്റെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ വീഡിയോസ് നമ്മൾ കാണാതിരിക്കുക, മാക്സിമം മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസാരം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എല്ലാവരും 1 മന്തിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടും സംസാരിക്കരുത്. സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മുതിർന്നവരൊക്കെ പറയാം, 40 ആവാതെ എന്ന് പറയരുത് എന്ന് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 40 അങ്ങനെയാന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ പറയരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും സംസാരിക്കണം. നമ്മൾ ആ സമയത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡേക്ക് വരും, ഫ്യൂച്ചറിൽ നമുക്ക് തലവേദനയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിലും എനിക്ക് അതും ഒരു സംശയമുണ്ട്. കാരണം വെച്ചാൽ, നമുക്ക് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് എന്താ പറയുക, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ കൊച്ചുണ്ടായി കിടക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ടാവും. ഈ വിസിറ്റേഴ്സൊക്കെ നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ അവരോട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അവർ വരുന്നത് ചെല്ലുമ്പോൾ നമ്മളെ കാണാനല്ല, കുഞ്ഞിനെ കാണാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞിനെ വന്ന് കണ്ടിട്ട് അവർ പൊയ്ക്കോട്ടെ. അപ്പോൾ അല്ല നമ്മുടെ വീട്ടുകാർ അവരോട് സംസാരിച്ചോളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുഞ്ഞിനെ കാണാൻ വരുന്നവരോടൊക്കെ ഞാൻ എണീറ്റിരുന്ന സംസാരമായിരുന്നു, ഫുൾ സംസാരം. അവസാനം ഞാൻ എണീറ്റിരുന്നതിൻ്റെയൊക്കെ വകയായിട്ട് എൻ്റെ കാലിൽ നീര് കയറാൻ തുടങ്ങി. കാരണം റെസ്റ്റ് എടുക്കാത്തതിൻ്റെ കാലിൽ നീര് കയറാൻ തുടങ്ങി. പിന്നെ ഇപ്പം എനിക്ക് മാറാത്ത ഹെഡേക്ക് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ടൈഗർ ബാമിൽ കുളിച്ചിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും എനിക്ക് തലവേദന എന്ന് പറഞ്ഞ സംഭവം വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അധികം സംസാരിക്കരുത്. വരുന്നവർ കുഞ്ഞിനെ കണ്ടിട്ട് പോയിക്കോട്ടെ, 1-2 സുഖമാണോ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ട് വിടും. ഒരു മാസമെങ്കിലും നിങ്ങൾ അധികം സംസാരിക്കാൻ നിൽക്കരുത്.
അടുത്ത കാര്യം സ്റ്റിച്ച് എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത്. സ്റ്റിച്ചിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുളിക്കാൻ നേരത്തെ കുളി തുടങ്ങുമ്പം ഓക്കെ സ്റ്റാർട്ടിങ് തൊട്ടാണ്. സ്റ്റിച്ചിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്റ്റിച്ചിനെ ഞാൻ പറഞ്ഞ അവിടെ ഒരിക്കലും ഈർപ്പം തട്ടരുത്. ഈർപ്പം അവിടെ അഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് അവിടെ ഇഴുകിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ ഒരു മുറിവ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിങ്ങനെ പഴുക്കാനൊക്കെ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ കോട്ടൺ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് നമ്മളിങ്ങനെ ശരിക്കും പൊക്കുക. റൂമൊക്കെ അടച്ചിട്ടുണ്ടോ, ശരിക്കും പൊക്കിയിട്ട് അപ്പം നമ്മുടെ വയറ് അത്രയും വശം ഫ്രീ ആയിരിക്കും, ഡ്രസ്സ് ഇല്ലാത്ത അവസ്ഥ. ആ ഒരു അതിൽ നമ്മൾ പിന്നെ ഫാൻ ഇട്ടിട്ട് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അവിടെ നന്നായി കാറ്റ് കൊള്ളിക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വേറെ ആരുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഈർപ്പം വലിഞ്ഞിട്ട് അവിടെ ഡ്രൈ ആയിക്കോളും. അപ്പോൾ അതാണ് ആ ഈർപ്പം ഒഴിവാക്കാനുള്ള ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്റ്റിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ നനവുണ്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇപ്പം നനവുണ്ടെങ്കിൽ തന്നെ നമ്മൾ തുടച്ചു കൊടുക്കാമെന്നിരിക്കട്ടെ. തുടച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഭയങ്കര അരമൊക്കെയുള്ള തുണികളില്ല, അതുകൊണ്ടൊന്നും ചെയ്യില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് പതുക്കെ ഒപ്പി അങ്ങനെ എടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് ഉരയ്ക്കൊന്നും ചെയ്ത് ആ സ്റ്റിച്ച് ഒന്നും കൂടെ കുളവാക്കരുത്. അപ്പോൾ അങ്ങനെ പതുക്കെ ഒപ്പി എടുക്കുക. പിന്നെ കുളിക്കാൻ നേരം ആകുമ്പോഴത്തേക്കും നമ്മളവിടെ സ്റ്റിച്ചിൻ്റെ അവിടെ നന്നായി ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് മറച്ച്, അതിൻ്റെ മുകളിൽ തുണിയും വെച്ച് മറച്ച് നന്നായിട്ട് അവിടെ മറവ് ചെയ്യുക. അവിടെ ഒരു തുള്ളി പോലും വെള്ളമോ കുഴമ്പോ വീഴ്ത്തിക്കരുത്. വീഴ്ച നിങ്ങൾ സ്റ്റിച്ച് പഴുക്കും. അത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നു, പഴുക്കും. എനിക്കും പഴുത്തിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് നന്നായി മറച്ച് കെട്ടി അവിടെ വെള്ളം വീഴിക്കാത്തൊരവസ്ഥ ചെയ്യുക. അടുത്തതെന്ന് വെച്ചാൽ നമുക്കിപ്പം സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടി അവർ എന്താ പറയുക മരുന്ന് തരുമല്ലോ, ആ ട്യൂബ് എന്താ എനിക്ക് തന്നതിൻ്റെ റെഡർമ പ്ലസ് എന്നായിരുന്നു എൻ്റെ പേര്. അല്ലാത്തവർക്ക് ബെറ്റാഡിൻ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പം ഇത് രണ്ടും ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്ത് മരുന്നാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വെള്ളം അവിടെ ഒട്ടും പാടില്ല. ഞാൻ പറഞ്ഞ പോലെ കാറ്റ് കയറ്റിക്കുക, കാറ്റ് കൊള്ളിക്കുക. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു ബെറ്റാഡിൻ ആണെങ്കിലും ഇപ്പോൾ റെഡർമ പ്ലസ് ആണെങ്കിലും മരുന്ന് നന്നായിട്ട് അവിടെ ഉപയോഗിക്കുക. മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം കരയും അവിടെ വെള്ളമുള്ള സമയത്ത് മരുന്ന് തൂക്കരുത്. അപ്പോൾ നമ്മളത് പതുക്കെ ഒപ്പാവുള്ളൂ. ഒപ്പിയതിന് ശേഷം നമ്മളവിടെ മരുന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ റെഡി ആയിക്കോളൂ. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ നന്നായി റെസ്റ്റ് എടുക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ കൊച്ചിനെ മടി വെച്ച് പാല് കൊടുക്കാതിരിക്കുക. നമ്മുടെ വയറിനോട് ടച്ച് ചെയ്തിട്ട് ഒരു പില്ലോ വെച്ച് അതിൻ്റെ മുകളിൽ കൊച്ചിനെ കിടത്തിയിട്ട് പാല് കൊടുക്കുക. പിന്നെ പ്രസവരക്ഷ ചെയ്യുന്ന സമയത്ത് അവിടെ പറയുക, പ്രത്യേകിച്ച് സിസേറിയൻ മുറിവണങ്ങാനുള്ള മരുന്ന് അവർ തരും. പിന്നെ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല. ഒരു 1 മന്തെങ്കിലും മൊബൈൽ ഉപയോഗിക്കരുത്. നിങ്ങളുടെ കണ്ണിന് അത് പ്രശ്നമായിരിക്കും. പിന്നെ ഒട്ടും സംസാരിക്കരുത്. കാല് തൂക്കിയിട്ട് ഇരിക്കാനും പാടില്ല. കാലിലൊക്കെ നീര് കയറും. നിങ്ങൾ കിടക്ക് തന്നെ ചെയ്യുക. പില്ലോ ഉപയോഗിക്കരുത്. പില്ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെടലി വേദന ഉണ്ടാവും, ഫ്യൂച്ചറിൽ ഹെഡേക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവമാണത്. സംസാരിച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ സംഭവിക്കും. പിന്നെ സ്റ്റിച്ചിൻ്റെ കാര്യത്തിൽ സ്റ്റിച്ച് എപ്പോഴും അവിടെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയാവുക. ഡ്രൈ ആയിട്ടിരുന്ന അവസ്ഥയാക്കുക. അവിടെ ഇങ്ങനെ വെള്ളമൊന്നും പറ്റാതെ കാറ്റൊക്കെ കയറ്റിച്ച് കുഞ്ഞിനെ കാണിച്ചു തരാം. കാറ്റെല്ലാം കയറ്റിച്ച് നന്നായിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സ് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഫാനൊക്കെ ഇട്ട് റൂം അടച്ചിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ഇതാണ് എൻ്റെ താരം. ഇതുണ്ടാവും. ഇതല്ലേ ജാൻ, ഇതാണ് അമ്മേൻ്റെ ജാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സെല്ലാം പൊക്കി കാറ്റ് കയറ്റിച്ചിട്ട് അവിടെ നന്നായി എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കുക. മരുന്ന് കറക്റ്റായിട്ട് വെക്കുക. കുളിക്കാൻ നേരത്ത് പിന്നെ ഒപ്പുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ഒപ്പുക. കുളിക്കാൻ നേരം ആകുമ്പോഴത്തേക്കും അവിടെ ഒട്ടും വെള്ളം വീഴാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ മരുന്ന് കറക്റ്റായിട്ട് വെക്കുക. അത്ര കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ഹായ് പറഞ്ഞേ. ഹായ് പറ. ബായ് പറഞ്ഞ പിന്നെ ബായ് പറയടാ. ബായ്. ഓക്കെ, ഭയങ്കര ചമ്മല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.